ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളിൽ പല ആളുകളൊക്കെ ഞാൻ വീണുപോകും, തളർന്നു പോകും, വഴിതെറ്റിപ്പോകും എന്നൊക്കെ പേടിക്കുന്നവരുണ്ട്. നിങ്ങൾ വഴിതെറ്റിപ്പോകത്തില്ല, നിങ്ങൾ വീണു പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായിട്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാണ്, നിങ്ങളുടെ കാലിന് ദീപമായിട്ട് നിങ്ങളെ വഴി നടത്തുന്ന ഒന്നാണ്. എത്ര പേർ ചേർന്ന് ആമേൻ പറയും? ഇന്ന് നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്ന ഒരു കീ സ്പോൺസറാണ് ബാംഗ്ലൂരിൽ നിന്ന് ജോൺ എബ്രഹാം ആണ്. താങ്ക് യു ബ്രദർ ജോൺ എബ്രഹാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോൺ എബ്രഹാമിൻ്റെ .v എന്നു പേരുള്ള ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനും ഉയർച്ച ഉണ്ടാകുവാനും കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും ആ ബിസിനസ്സിലൂടെ തനിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. കോർപ്പറേറ്റ് വർഷിപ്പിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ദ എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ്. ഏറ്റവും ആദ്യത്തത് കൺഫെഷൻ ഓഫ് സിൻസ്. ഒരു 5-6 നമ്മൾ കവർ ചെയ്തു. ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ കൂട്ടമായി ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന ഒരു വേദിയിൽ എന്തെല്ലാമാണ് ആ ആരാധനയിൽ ഉള്ളടക്കം ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവാണ് തീർച്ചയായിട്ടും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് നമുക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. കൺഫെഷൻ ഓഫ് സിൻസ് ഉണർവുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാകും, നമ്മളത് ഏറ്റുപറയും. അടുത്ത ഒന്ന് പബ്ലിക് റീഡിങ് ആൻഡ് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. ദൈവവചനത്തിൻ്റെ പരസ്യമായുള്ള വായന, അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്ത ഒന്ന് പ്രാർത്ഥനയാണ്. ഒരിക്കലും എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. സോ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോഴും ആരാധനയിലും പ്രാർത്ഥനയ്ക്കൊരു വലിയ സ്ഥാനമുണ്ട്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേതാണ് പ്രൈസ്, സ്തുതിപ്പ്, ദൈവത്തെ സ്തുതിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു വലിയൊരു പാർട്ടാണ് എന്ന് നമ്മൾ കണ്ടു. നമ്പർ 5 താങ്ക്സ് ഗിവിങ്, നന്ദി അർപ്പണം. പ്രാപിച്ച നന്മകൾക്ക്, നമ്മുടെ എക്സിസ്റ്റൻസിന്, കുടിക്കുന്ന വെള്ളത്തിന്, ശ്വസിക്കുന്ന വായുവിന്, ഒത്തിരി അപകടങ്ങളിൽ നമ്മളെ രക്ഷിച്ചതിന്, എണ്ണമില്ലാത്ത നന്മകൾ നമ്മുടെ മേൽ ചുരിഞ്ഞതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. അടുത്തത് റിജോയ്സിങ് ഇൻ ദ ലോർഡ്. അവിടെയാണ് നമ്മൾ തുടങ്ങി വെച്ചത് ഇന്നലെ. കർത്താവിൽ സന്തോഷിക്കുക. ഒത്തിരി സന്തോഷങ്ങൾ, പലതിൻ്റെയും റിജോയ്സിങ് ഈ ഭൂമിയിൽ നടക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ചിന്തയിൽ വന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരാൾക്ക് ഒരു 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 സ്വപ്ന വീട് കിട്ടി എന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ ഒരു ഡ്രീം ഹൗസ് ഒരാൾക്ക് കിട്ടി. അതിൽ താമസിക്കുന്ന ആദ്യത്തെ സമയത്ത്, ആദ്യത്തെ ദിവസങ്ങളിൽ, ഒരുപക്ഷെ ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതിനുശേഷം അത് യൂസ് ടു ആയി, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കണം, അതിനുവേണ്ടി പഠിച്ചു ഒത്തിരി കഷ്ടപ്പെട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടി. പത്രങ്ങൾ, മാധ്യമങ്ങളിലെല്ലാം വന്നു. ആ ആദ്യത്തെ ഒരു ദിവസമേ പത്രത്തിൽ വരൂ, എല്ലാ ദിവസവും പത്രത്തിൽ അത് വരില്ല, മീഡിയയിൽ വരില്ല. അതിനുശേഷം ആ സീസൺ കഴിഞ്ഞ് പിന്നെ അടുത്ത അക്കാഡമിക് ഇയറിൽ വേറെ പിള്ളേർക്ക് അത് കിട്ടുന്നത്. അതോടെ പതുക്കെ അത് ഫെയ്ഡ് ഔട്ടായി. അതിൻ്റെ റിജോയ്സിങ്ങും സന്തോഷവും തീർന്നു. അവരൊക്കെ ഭയങ്കര ആഗ്രഹമാണ് സ്വിറ്റ്സർലൻഡിൽ പോകണം, ഹോളിഡേക്ക് പോകണം.
ഒരു പ്രാവശ്യം പോയി. ആ ദിവസങ്ങളിൽ ഒരു സന്തോഷം, അതിന് ശേഷം അത് ഫെയ്ഡ് ഔട്ടായി തീർന്നു. എന്നാൽ 16-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം പറയുന്നത്, നിന്റെ സന്നിധിയിൽ എന്നും പ്രമോദങ്ങളുണ്ട്. ദൈവസന്നിധിയിലെ സന്തോഷം ഒരിക്കലും അവസാനിക്കുന്നില്ല. മറ്റെല്ലാ സന്തോഷവും പതുക്കെ ഫേസ് ഔട്ട് ചെയ്ത് എല്ലാം തീർന്നു പോകും. 95-ാം സങ്കീർത്തനത്തിന് 1-ാം വചനമാണ് ഇന്നലെ നമ്മൾ വായിച്ചത്. കം ലെറ്റ് സിംഗ് ഫോർ ജോയ് ടു ദ ലോർഡ്, ലെറ്റ് ഷൗട്ട് അലൗഡ് ടു ദ റോക്ക് ഓഫ് അവർ സാൽവേഷൻ. അവിടെ പറഞ്ഞത്, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. അവിടെ ഇന്നലെ ഞാൻ പറഞ്ഞ ഇതാണ്, നിശബ്ദമായി ശാന്തമായി ധ്യാനിച്ചൊക്കെ ഇങ്ങനെ മാത്രം ആരാധിക്കുന്ന ഭക്തിയോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് മാത്രം കണ്ടിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഉറക്കെ ഇവിടെ ഷൗട്ട് അലൗഡ് ടു ദ റോക്ക് ഓഫ് അവർ സാൽവേഷൻ, ഷൗട്ട് അലൗഡ്, ഭയങ്കരമായി ഉറക്കെ. അത് ഒത്തിരി പേർക്ക് അരോചകമായിട്ട് തോന്നും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്താ ദൈവം കർത്താവ് ഡെഫാണ്, കർത്താവിന് ചെവി കേട്ടൂടെ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ കർത്താവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സാറാഫുകൾ ഒരുവനോടൊരുവൻ പരിശുദ്ധൻ 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 എന്ന് ആർത്തു പറഞ്ഞു എന്നാണ്. ഇതൊന്നും കണ്ട് പേടിക്കുന്നവനോ അല്ലെങ്കിൽ ഒഫൻഡഡ് ആകുന്നവനോ ഒന്നുമല്ല നമ്മുടെ കർത്താവ്. ഫിലിപ്പി ലേഖനം 4:4, rejoice in the Lord always. I will say it again, rejoice. കർത്താവിൽ സന്തോഷിപ്പിൻ, കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. I will say it again, ഞാനത് വീണ്ടും പറയും, rejoice, സന്തോഷിക്കുക. ഫിലിപ്പി ലേഖനം മുഴുവൻ 1 മുതൽ അവസാന അധ്യായങ്ങൾ വരെയുള്ള സകലവും ഒരു സീക്വൻസായിട്ട് ഓരോ ഞായറാഴ്ച തോറും ഒരു സീരീസായിട്ട് ഞാൻ ബ്ലെസ്സിങ് ടുഡേയിൽ ഞായറാഴ്ചകളിൽ ശുശ്രൂഷിച്ചിരുന്നു. ആ ഭാഗത്തുനിന്ന് ശുശ്രൂഷിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 23-40 കറക്റ്റ് ഓർമ്മയില്ല, അത്രയും ഞായറാഴ്ചകൾ കൊണ്ടാണ് അത് പ്രസംഗിച്ച് തീർത്തത്. ഓരോ പീസുകൾ എടുത്തെടുത്ത് വിസ്തരിച്ച് നമ്മൾ ചിന്തിച്ചു. ഇതിനറിയപ്പെടുന്ന ഫിലിപ്പിയ ലേഖനത്തെ തന്നെ അറിയപ്പെടുന്നത് എ ലെറ്റർ ഓഫ് ജോയ് എന്നാണ്, സന്തോഷത്തിൻ്റെ കത്ത്. എന്നാൽ അദ്ദേഹം ഇത് എഴുതുന്നത് ഒരു കാരാഗൃഹത്തിനകത്ത് കിടന്നുകൊണ്ടാണ്. കാരാഗൃഹത്തിനകത്ത് കിടന്നുകൊണ്ട് സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ കഴിയും. കാരണം കാരാഗൃഹത്തിനകത്തുള്ള ആ സാഹചര്യമോ എൻവയൺമെൻറ്റോ അറ്റ്മോസ്ഫിയറോ ആംബിയൻസോ അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആധാരം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ലഭിച്ചതിനേക്കാൾ വലിയ സന്തോഷം നീ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന. എൻ്റെ അർത്ഥം, ഇതൊന്നുമില്ലാതെ തന്നെ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. ഓ മൈ ഗോഡ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സാഹചര്യങ്ങൾക്ക് അതീതമായൊരു സന്തോഷം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഇനി ബുക്ക് ഓഫ് നെഹെമ്യായ ചാപ്റ്റർ 8 and verse number 10. നെഹെമ്യാവ് 8:10. Nehemiah said, go and enjoy choice food and sweet drinks, and send some to those who have nothing prepared. This day is holy to our God, to our Lord. Do not grieve, for the joy of the Lord is your strength. എനിക്ക് ഇഷ്ടമുള്ളൊരു വചനമാണ്. ഭയങ്കരമായൊരു ദൈവം ഒരു ബ്രേക്ക് ത്രൂ കൊടുത്ത ആ സമയത്ത് നെഹെമ്യാവ് പറയുകയാണ്, ഗോ ആൻഡ് എൻജോയ് ചോയ്സ് ഫുഡ്. എനിക്ക് ഒന്ന് അതെടുത്ത് വായിക്കുന്നത് നല്ലതല്ലേ? നെഹെമ്യാവിൻ്റെ പുസ്തകം 8:10. അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പേൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്ന നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതിലിരിക്കുന്ന ആരോടൊക്കെ കർത്താവ് പറയുന്നു, ദുഃഖിക്കുന്നതെന്ന് അവസാനിപ്പിക്കുക. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ദുഃഖങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷമുണ്ട്. ഈ ഒന്നേയുള്ള എനിക്ക് ആനന്ദം ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ആ പാട്ട് ഒരു പഴയൊരു പാട്ടാണ്, പക്ഷേ നിങ്ങൾക്കിന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും, ഒന്ന് കേൾക്കുക. അപ്പോൾ അവിടെ ഈ ഭൂമിയിലുള്ള എന്തും പലപ്പോഴും താൽക്കാലികമാണ്.
എന്നാൽ സ്ഥിരമായി നിൽക്കുന്ന ദൈവസന്നിധിയിലുള്ളതാണ്. അതിനൊരു മാറ്റമില്ല. അവിടെയുള്ള സന്തോഷം എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് നെഹമ്യാ പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുക. അവിടെ പറയുന്നത് ദുഃഖിക്കരുത്. ദുഃഖിക്കുന്ന എല്ലാവരോടും പറയാം സ്റ്റോപ്പ് ചെയ്യാൻ. എന്നിട്ട് കർത്താവിൽ സന്തോഷിക്കുക. സന്തോഷിക്കാൻ വകുപ്പൊന്നുമില്ല, പക്ഷെ കർത്താവിൽ സന്തോഷിക്കുക. റോമലേഖനം 14:17. For the kingdom of God is not a matter of eating and drinking, but of righteousness, peace and joy in the Holy Spirit. ഈ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇസ് നോട്ട് എ മാറ്റർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഭക്ഷണവും പാനീയവുമല്ല, തിന്നുന്നതും കുടിക്കുന്നതുമല്ല. തിന്നുമ്പോൾ ആ സമയത്ത് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പ്ലഷറുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എത്ര നേരം നിൽക്കും? ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് അത് ഡൈജസ്റ്റ് ചെയ്തു, മറന്നു, കഴിഞ്ഞു. എന്തെങ്കിലും നല്ല ഡ്രിങ്ക്സ് കുടിക്കുന്ന സമയത്ത് ദാഹിച്ചിരിക്കുമ്പോൾ നല്ലൊരു ഡ്രിങ്ക് കിട്ടിയാൽ സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും തീർന്നു. എന്നിട്ട് അവിടെ പറയുകയാണ്, ബട്ട് ഓഫ് റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷം. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ, കമൻറ്റ് സെക്ഷനിലേക്ക് ഓടിപ്പോകുക. അവിടെ ടൈപ്പ് ചെയ്തിട്ട് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് ദുഃഖത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് സന്തോഷത്തിൻ്റെ ആത്മാവ്. ഉണർവ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലല്ല. പരിശുദ്ധാത്മാവിൽ ആദ്യമായി നിറയുമ്പോൾ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് നിറയുമ്പോൾ, പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്നങ്ങ് സാച്ചുറേറ്റ് ചെയ്യുമ്പോഴെല്ലാം കിട്ടുന്നത് എന്താണ്? സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ അത് നിറയാമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ പോലും അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, ഇത് ഇനി ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യലേഖനം 5:22-23 കാണുന്നത്, ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്, ജോയ്, പീസ്, ഫോർബിയറൻസ്, കൈൻഡ്നസ്. അറിയാലോ, ലിസ്റ്റ് അറിയാം. പക്ഷെ അവിടെ സെക്കൻഡ് വൺ, ലവ് കഴിഞ്ഞ ഉടൻ തന്നെ സ്നേഹം, സന്തോഷം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം. രണ്ടാമത് വരുന്ന സന്തോഷമാണ്. ആത്മാവിൻ്റെ ഫലത്തിൽ രണ്ടാമത് വരുന്ന സന്തോഷമാണ്. നമ്മുടെ സന്തോഷം പലപ്പോഴും നമുക്കറിയാം, ഈ ഭൂമിയിൽ കോടിക്കോടി ആളുകൾ ദുഃഖിച്ച് ജീവിക്കുന്നവരാണ്. പലതിനെ ചൊല്ലി ദുഃഖിക്കുന്നു. ഈ ലോകത്തിൽ ദുഃഖം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടാവും. യേശുവിന് ദുഃഖം ഉണ്ടായില്ലേ? ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ ദുഃഖങ്ങളെല്ലാം വരുന്നത് താൽക്കാലികമായ, ഈ ലോകത്തിലെ താൽക്കാലികമായ അവസ്ഥകളെ ഓർത്തിട്ടാണ് ഈ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഏറ്റവും അടുത്തൊരാൾ മരിച്ചു, താൽക്കാലികമാണ്, ഇന്ന് ദുഃഖിക്കുന്നു. ഈ ദുഃഖിക്കുന്ന ആൾ നാളെ മരിക്കും. എന്നാൽ അതിലല്ലാതെ നമ്മൾ മനസ്സുയർത്തി ഇറ്റേണൽ പ്ലഷേഴ്സ് എന്ന് പറയുന്ന നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വെക്കാമെങ്കിൽ നമ്മുടെ മനസ്സുയർത്താൻ നമുക്ക് സാധിക്കും. എൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ അത്രയും പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ പറ്റണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമുക്ക് എല്ലാവർക്കും പലതും നമ്മളെ ബാധിച്ചേക്കാം. Now, അടുത്ത ഒരെണ്ണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. The seventh one, confession of Jesus Christ as Lord. ഈ ആരാധനയിലെ അടുത്ത ഒരു പ്രധാന ഘടകമാണ് ഈ പറയുന്നത്. Hebrews 13:15, through Jesus therefore let's continually offer to God a sacrifice of praise, the fruit of lips that openly profess his name. മലയാളം തരാം. നിങ്ങളുടെ ബൈബിളിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു. ഒരുപക്ഷെ സ്ക്രീനിൽ ഇത് കാണിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും നമ്മൾ ഇതൊന്ന് വായിച്ചിട്ട് ബാക്കി പരിപാടികൾ. അവിടെ പറയുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം, യേശു മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്നു. അവിടെ വീണ്ടും അവൻ്റെ നാമത്തെ, ദൈവനാമത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പോൾ ഈ കൺഫെഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ്, രക്ഷിക്കപ്പെടുന്ന സമയത്താണ് നമ്മൾ യേശുവിനെ
നമ്മുടെ കർത്താവായി സ്വീകരിക്കുന്നത്. ഓക്കെ, അതൊരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടാൽ മതി, ഒരു പ്രാവശ്യം വീണ്ടും ജനിച്ചാൽ മതി. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഒറ്റ പ്രാവശ്യം ജനിച്ചിട്ടുള്ളൂ, വീണ്ടും വീണ്ടും ജനിച്ചിട്ടില്ല. അതുപോലെ ആത്മാവിലും നമ്മൾ ഒരു പ്രാവശ്യം ജനിച്ചാൽ മതി, കൂടെ കൂടെ ജനിക്കേണ്ട ആവശ്യമില്ല, കൂടെ കൂടെ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം മതി. എന്നാൽ ദി proclamation, declaration or confession of the lordship of Jesus അനേക പ്രാവശ്യം ചെയ്യണം. നീ കർത്താവാകുന്നു, യേശുവേ നീ എൻ്റെ കർത്താവാകുന്നു എന്ന് ആവർത്തിച്ച് കൺഫസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു രീതി, ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നൊരു വേദിയിൽ രക്ഷിക്കപ്പെട്ടവരെ ഒഴിവാക്കി രക്ഷിക്കപ്പെടാനുള്ളവരെ മാത്രം വിളിച്ചു നിർത്തി രക്ഷയുടെ വാചകം ചൊല്ലിക്കൊടുത്താൽ മതി. പക്ഷേ ചിലപ്പോൾ മൊത്തം ക്രൗഡ് ഈ യേശുവിൻ്റെ ലോർഡ്ഷിപ്പിനെ ഏറ്റുപറയിപ്പിക്കാറുണ്ട്. കാരണം അത് പറയുന്ന സമയത്ത് നിങ്ങളത് അവിടെ നിന്നൊന്ന് അനുഭവിക്കണം. ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്, യേശുവിൻ്റെ കർത്തൃത്വത്തെ നമ്മൾ ഭയങ്കരമായി ഇങ്ങനെ പറയേണ്ടത് പ്രഖ്യാപിക്കുമ്പോൾ, യേശുവിൻ്റെ കർത്തൃത്വത്തെ ഭയങ്കരമായി നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, കേൾക്കണേ, അന്തരീക്ഷം തന്നെ മാറുകയാണ്. When we confess the lordship of Jesus, ഇപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ അന്തരീക്ഷം, അവിടെ മുഴുവൻ പുക കൊണ്ട് നിറയുന്നു, ഇടിനാദം ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, ഭയങ്കര സംഭവമാണ്. ഇതുപോലെ ആരാധനയുടെ നടുവിലൂടെ പറയുന്നത് ദ ഫ്രൂട്ട് ഓഫ് ലിപ്സ് ദാറ്റ് ഓപ്പൺലി പ്രൊഫസ് ഹിസ് നെയിം. നമ്മുടെ സാക്രിഫൈസ് ഓഫ് പ്രൈസ് കണ്ടിന്യൂലി നമ്മൾ അർപ്പിക്കുമ്പോൾ അവിടെ ഓപ്പൺലി എല്ലാവരും കേൾക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദ ഫ്രൂട്ട് ഓഫ് ലിപ്സ്, ആ അധരഫലം, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം. എന്ന് വെച്ചാൽ ആരാധനയുടെ നടുവിൽ ജീസസ് ഈസ് ലോർഡ്, യേശുവിൻ്റെ കർത്താവാണ്, ഒന്നും വേണ്ട, യേശു 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 യേശു. ആ നാമം ശക്തമായി, ഇത് ജൽപ്പനമല്ല, ബാബ്ലിംഗ് അല്ല, ഭയങ്കരമായ യേശു എന്ന നാമത്തെ ശക്തമായി പല പ്രാവശ്യം ഒന്ന് ഏറ്റുപറഞ്ഞു നോക്ക്. ആ പരിസരത്ത് എവിടെയെങ്കിലും പിശാചിൻ്റെ ഏറ്റവും ചെറിയൊരു ഏജന്റ് ഉണ്ടെങ്കിൽ അതുപോലും അവിടെ നിന്ന് പൊക്കോളും. അത്രയ്ക്ക് പവർഫുള്ളാണ് യേശുവിൻ്റെ നാമം. ഈ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടും വണ്ണം അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആ ഏറ്റുപറച്ചൽ കൂടെ ആരാധനയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു പവർഫുൾ എലിമെൻ്റ് ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ്. അനേകർ ഒരുമിച്ച് നിന്ന് ആരാധിക്കുമ്പോൾ സകലരും ചേർന്ന് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ, നമുക്കൊരു ചെറിയൊരു സഭാ ഹാളിൽ, ഒരു വീട്ടിൽ, ഒരു അല്പം കൂടി വലിയൊരു ഓഡിറ്റോറിയത്തിൽ, ഒരു മൈതാനത്ത്, ഒരു ക്രൂസൈഡ് ഗ്രൗണ്ടിൽ, ഒരു വലിയ സ്റ്റേഡിയത്തിലൊക്കെ ഈ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ ആ സിറ്റിയുടെ അറ്റ്മോസ്ഫിയർ മാറും, ലാൻഡിൻ്റെ അറ്റ്മോസ്ഫിയർ മാറും. ഇൻ ദ സെൻസ് ദി സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ മാറും. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഷൗട്ട്സ് ഓഫ് ഹാലലൂയാസ് ആൻഡ് ഹോസന, അതാണ് അടുത്തത്. ഷൗട്ട്സ് ഓഫ് ഹാലലൂയ ആൻഡ് ഹോസന ഇതിനോട് കണക്റ്റഡ് ആണ് എങ്കിലും ചേർന്ന് പോകാൻ. റെവല്യൂഷൻ ചാപ്റ്റർ 19 verse 3 and 4, വെളിപാട് പുസ്തകത്തിലേക്കാണ്, 19-ാം അധ്യായം 3-4 വചനങ്ങൾ. ആൻഡ് അഗെയിൻ ദേ ഷൗട്ടഡ് ഹല്ലേലൂയ, ദ സ്മോക്ക് ഫ്രം ഹെർ ഗോസ് അപ്പ് forever and ever. എൻ്റെ താഴെ, the 24 elders and the 4 living creatures fell down and worshipped God who was seated on the throne, and they cried, Amen, Hallelujah. എടുക്കാം. വെളിപ്പാട് പുസ്തകം 19 3-4. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. അപ്പം അവിടെ ഉറക്കെ പറഞ്ഞ 1-2 വാക്കുകൾ, ആമേൻ ഹല്ലേലൂയ, അല്ലേ,
ചില സമയത്ത് ഹോസന്ന. ഇങ്ങനെയുള്ള ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നതും ആരാധനയുടെ ഒരു ഘടകമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 21:9 The crowds that went ahead of him and those that followed shouted, Hosanna to the Son of David. Blessed is the one who comes in the name of the Lord. Hosanna in the highest heaven. Wow. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? അതൊന്നും നമുക്ക് മലയാളത്തിൽ നോക്കുന്നത് നല്ലതാണ്. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 9 വചനമാണ്. വാ, അവിടെ പറഞ്ഞു, മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കുക, അതിന് നടുവിൽ നമ്മളിങ്ങനെ നിൽക്കുവാണ്. എന്തായിരിക്കും എൻ്റെ ഫീൽ? ചില ആൾക്കത് അരോചകമാണ്, ഒച്ചപ്പാടും ബഹളവും അരോചകമാണ്. പക്ഷെ ദൈവത്തെ സ്തുതിക്കുന്നൊരു ഹൃദയം നമ്മളിലും ഉണ്ടെങ്കിൽ, നമ്മളും ആ പ്രാക്ടീസിലാണെങ്കിൽ നമുക്കിതൊരിക്കലും ഒഫെൻസീവ് ആവില്ല. കാരണം നമ്മൾ ഒരുമിച്ചാണ് സ്തുതിക്കുന്നത്. സോ God is a powerful God. God is an almighty God. He is omnipotent. ഇത്രയും ശക്തനായ ദൈവത്തെ സർവശക്തിയും സർവശബ്ദവും കൊണ്ട് ശക്തിയോടെ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ മൊത്തം വ്യക്തിത്വത്തിൽ തന്നെ അതിൻ്റെതായ ഒരു വലിയ വാക്കുകൾ കിട്ടുന്നില്ല. നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ അതിൻ്റെതായ ഒരു പുഷ്ടി, അതുപോലെ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്ക് ഇടയിലെ ബലം പോലെ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകളുടെ ബലം പോലത്തെ ഒരു ബലം നമ്മുടെ അകത്ത് വരും. നിരവധി ആരാധനാവേളകളിൽ കയ്യിൽ മൈക്കിരിപ്പുണ്ട്, എല്ലാവരും ഒച്ചയിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എങ്കിലും അവരെക്കാളൊക്കെ ഉച്ചത്തിൽ കാറി സ്തുതിച്ചിട്ടുള്ള വേളകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇവിടെ മാത്രമല്ല, അനേക സ്ഥലങ്ങളിൽ. വിത്ത് ദ ഹോൾ പവർ ആൻഡ് മൈറ്റ്. ചില സമയത്ത് തൊണ്ടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നം വരാറുണ്ട് അതിന് ശേഷം. എങ്കിലും നമ്മുടെ ആ ഇന്നർ മാൻ, അതിലൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ആരാധന. ഷൗട്ട്സ് ഓഫ് ഹാലലിയാസ് ആൻഡ് ഹോസനാസ്. അവിടെ സംഭവിച്ചതാണ് ഈ സാഹചര്യത്തിൽ. അതായത് മത്തായി 21 കുറെ പിള്ളേർ, കുറെ കുട്ടികൾ വന്നിട്ട് ഹോസന്ന പാടി, ഉറക്കെ ഹോസന്ന പാടി. ആൻഡ് പീപ്പിൾ വർ അപ്സെറ്റ്. ആര്? മത നേതാക്കന്മാർ അപ്സെറ്റായി. വാട്ട് ഈസ് ദിസ്? ഈ പിള്ളേർ കളി, ഇതെന്താ പരിപാടി? അപ്പൊ അവര് അതിനെ എതിർത്തു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ കുട്ടികൾ ആർത്ത് വിളിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആർത്ത് വിളിക്കുന്നില്ലെങ്കിൽ കല്ലുകൾ വരെ ആർത്ത് വിളിക്കും. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെ വായിൽ നിന്ന് പുകഴ്ച വെച്ചിരിക്കുന്നതായി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യം പറയാം, കൂപ്പയോടെ പറയാം. ആരാണ് പരിസരം നോക്കാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഉറക്കെ ഹാലലിയ പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ് പറഞ്ഞ്, ഹോസന്ന പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത്? only children, അല്ലെങ്കിൽ ചൈൽഡ് ലൈക്ക് ബിലീവേഴ്സ്. കർത്താവ് ആദ്യമേ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുതിർന്നവർ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിങ്ങൾക്ക് സാധിക്കൂ. അപ്പോൾ നമ്മുടെ അകത്ത് ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ ആയിത്തീരാതെ, ഒരു 20 വയസ്സുള്ള, 30 വയസ്സുള്ള, 40 വയസ്സുള്ള, 50 വയസ്സുള്ള, 60 വയസ്സുള്ള, 70 വയസ്സുള്ള ഒരാൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധ്യമല്ല. ഉറക്കെ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരണം. നാം കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് ചില വർഷങ്ങളെ ആയിട്ടുള്ള ആ സമയത്ത് സൈക്കിളേ ഉള്ളൂ. സൈക്കിളിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്, ചർച്ചിൽ വരുന്ന ഒരു ഫ്രണ്ടുമായിട്ട്
വലിയ റോഡുകളിലേക്ക്, അധികം വണ്ടിയൊന്നും ഇല്ലാത്ത വലിയ റോഡുകളിലേക്ക്, രണ്ടുപേരും 2 സൈക്കിളിലാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ. കാരണം ഒന്നും നോക്കാനില്ല, ആരെയും നോക്കാനില്ല, ആരും അടുത്തില്ല, നിർജ്ജന പ്രദേശമാണ്. ഈ ബലിയുടെ അകത്ത് നിന്ന് ബലമെടുത്ത് ഉറക്കെ ഹല്ലേലൂയ വിളിക്കും, സൈക്കിൾ ചവിട്ടിക്കൊണ്ട്. ഇതൊക്കെ ഒരു ഭയങ്കര ലിബറേറ്റിംഗ് ആണ്. ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യൻ കൂടെ ശക്തിപ്പെടുന്ന ഒന്നാണ് ആരാധനയുടെ സമയങ്ങൾ. അപ്പം ഞാൻ ഏകദേശം 8 ഘടകങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കൂടെ നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ നിങ്ങളെ കയ്യിലേക്ക് തരാൻ പോവുകയാണ്. എന്തിനാ ഇതെല്ലാം സവിസ്തരം പഠിപ്പിക്കുന്ന ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് അങ്ങ് മാറട്ടെ, ഐഡിയ മാറട്ടെ. എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും സഭയ്ക്കകത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും വിമർശന ബുദ്ധിയോടെ കാണുന്നവരാണ് പല വിശ്വാസികൾ, ഈവൻ ശുശ്രൂഷകർ. എന്തിനാ ഈ അടങ്ങി നിന്ന് പതുക്കെ പറഞ്ഞാൽ പോയി, എന്തിന്? എല്ലാം ഉണ്ട്. ശാന്തമായി മിണ്ടാതിരിക്കുന്ന സമയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മണിക്കൂറുകൾ ആരാധനാ യോഗത്തിൽ മിണ്ടാതിരുന്നിട്ടുണ്ട് ഞങ്ങൾ. രാവിലെ എങ്ങോട്ടും തുടങ്ങിയിട്ട് വൈകിട്ട് 4 മണി വരെ ഒരാൾ പോലും അനങ്ങിയില്ല, ചുമ്മാ മിണ്ടാതിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം വന്നു. അങ്ങനെ ഇരുന്നു. മൂളിപ്പാട്ട് പാടുന്ന സമയങ്ങൾ കാണും, ഇൻസ്ട്രുമെന്റൽസ് മാത്രമുള്ള സമയങ്ങൾ കാണും, ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ വെറും പാടുന്ന സമയങ്ങൾ കാണും, അന്യഭാഷയിൽ മാത്രം പാടുന്ന സമയങ്ങൾ കാണും. ബുദ്ധി കൊണ്ട് പാടാം, ആത്മാവുകൊണ്ട് പാടാം. ചില സമയത്ത് തട്ട് പൊളിച്ച് ശക്തമായി ആരാധിക്കും. ചിലരൊക്കെ ആരാധിച്ച് കസേര ഒടിച്ചിട്ടുണ്ട്. ബ്ലെസ്സിങ് ടുഡേയിൽ ഒത്തിരി കസേര ഒടിഞ്ഞിട്ടുണ്ട്. പിശാച് പൊട്ടിപ്പൊട്ടിച്ചൊന്നുമില്ല, ദൈവത്തെ ആരാധിച്ച് ചിലരൊക്കെ മറഞ്ഞ് തകർന്ന് വീണ് കസേര ഒടിച്ചിട്ടുണ്ട്. നോ പ്രോബ്ലം, കസേര വേണം പണിയാം, പരിപാടി നടക്കട്ടെ എന്ന് വെച്ചാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതൊന്നും നോക്കരുത്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവ് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ആരാധനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതിനായി നന്ദി. എല്ലാവരുടെ അകത്ത് അത് വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ ശരീരത്തിൽ ചില തടിപ്പും പ്രയാസങ്ങളുള്ളവരെ സൗഖ്യമാക്കും. നട്ടെല്ല് സൗഖ്യമാകട്ടെ. ചെവിക്കകത്ത് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷുഗർ ലെവൽ നോർമലാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.